അപ്പോൾ ഞങ്ങൾ കപ്പയും മീൻകറി കഴിക്കാൻ പോട്ടോ. ടേസ്റ്റ് ഇന്ത്യൻ മീൽസിൻ്റെ കപ്പയും മീൻകറി. എങ്ങനെ കപ്പ നമ്മളിതൊരു പരീക്ഷയില്ലല്ലോ, കൊള്ളാവോ ഇല്ലയോ നോക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പം വീഡിയോ തുടക്കത്തിൽ ഇതിന് വിഷമമാണ്. കാരണം നമ്മൾ പിള്ളേരുടെ അടുത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുകയാണ്. ലച്ചുവേട്ടൻ ആവശ്യം നല്ല ഉറക്കം, അതുകൊണ്ട് ഇത്തിരി പയ്യെ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പോകേണ്ട അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. എൻ്റെ എക്സാം കാര്യങ്ങളാണ്. പിന്നെ ഇവളും കൂടെ വേണം എല്ലാ കാര്യത്തിനും കേട്ടോ. കാരണം ആളുണ്ടെങ്കിൽ എനിക്ക് ഒരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കാര്യങ്ങളാവും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇവളുടെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ് നീ പ്രാവശ്യം ഇവിടെ നിന്നു, കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഞാൻ തന്നെ പറഞ്ഞു നീ പോരടി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവളില്ലാതെ എനിക്ക് അത്രയും ദിവസം മാറി നിൽക്കാനും പാടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് എനിക്കൊന്ന് കറക്റ്റായിട്ട് ആ ഒരു 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരണമെങ്കിൽ ഞാനാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ വൈകും കേട്ടോ. അപ്പം അവളെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ചൂസും ഞാനിവിടെയാണ് പോകുന്നത്. പിന്നെ കുഞ്ചൂസ് അവിടെ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭാഗമായിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ എന്താ സമയമായിട്ടുണ്ട് ഏകദേശം. കുഞ്ചൂസ് കുറച്ചുകൂടി നേരത്തെ എണീറ്റാണ്, ബാഗെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. എനിക്ക് കണ്ണിനൊരു നേരത്തെ എണീറ്റുണ്ടെ കണ്ണിൻ്റെ ഭയങ്കരമായിട്ട് ചുമന്ന് ഇങ്ങിരിച്ചോറിഞ്ഞുകൊണ്ടിരിക്കും. തുമ്മലൂടെയാണ് ഇസ്നോഫീലി ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും എണീറ്റ് 6:15 ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളം വരെ ട്രെയിന്. അപ്പം എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ. എറണാകുളത്ത് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് അവിടുന്ന് എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ പോകണം. അവിടുന്ന് നിസാമുദ്ദീൻ വരെ ഒരു ട്രെയിൻ. അവിടുന്ന് പിന്നെ നമുക്ക് ഹിസാറിലോട്ട്, അതായത് ഡൽഹി ടു ഹരിയാന വേറെ ട്രെയിൻ കയറണം. അപ്പോൾ വലിയൊരു ട്രെയിൻ യാത്ര തന്നെയാണ്. നമ്മളെന്തായാലും വ്ളോഗായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ കേട്ടോ. നമ്മുടെ ട്രെയിനിലെ എക്സ്പീരിയൻസും മൊത്തത്തിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും കഴിക്കാൻ ഇല്ലാത്ത പോലെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അതെല്ലാം കുറച്ചുകൂടി ഒന്ന് ഒരു പ്രാവശ്യം മുമ്പാണല്ലോ ഒരു കാര്യം പഠിക്കുന്നത്. അങ്ങനെ ഈ പ്രാവശ്യം കുറച്ചുകൂടിയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ അടുത്ത് അവരെ എണീപ്പിക്കാതെ യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര സേഫ് ആയിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. രാവിലെ എണീറ്റ് ശ്വാസം മുട്ടൽ പോലെയുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ കിതയ്ക്കുന്നത്. അതായത് മൂക്കടഞ്ഞിരിക്കുക. പനി വന്നതിൻ്റെ ബാക്കിയായിട്ട് ശ്വാസം മുട്ടൽ വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലൊക്കെ പോകാം. നമ്മൾ ആദ്യം ചിത്തുപൊണ്ണിനോടാണ് കേട്ടോ ടാറ്റ പറയുന്നത്. ഒരു ഉമ്മ ഒത്തേക്ക് തക്കനെ പെണ്ണിന് ഞാൻ ഇല്ലാതെ ഒട്ടും ഇരിക്കത്തില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് കടയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ നേരം കഥകെ തട്ടും. അതിനുശേഷം ഇവിടെ കരച്ചിൽ വേണം കേട്ടോ. പിള്ളേർ കരയുന്നാലേ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണമായിരുന്നു. പിന്നെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും. അതിന് കുറേ പ്രൊസീജിയറുണ്ട്. കുറേ നമ്മൾ സെപ്പറേറ്റ് കൂപ്പേ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. അത് കുറേ അതിന് ഏറ്റവും പുറകിൽ എല്ലാ ട്രെയിനിലും ഇല്ല, എല്ലാ ട്രെയിനിലും ഇല്ല. അപ്പം അങ്ങനെയുള്ള ട്രെയിനിൽ പറ്റുള്ളൂ കേട്ടോ. പോയിട്ട് വരാവേ. ഇല്ല ചക്കരയാടാ, ചക്കട പൊന്നാടാ. വാ എൻ്റെ കുഞ്ഞെന്തിയെന്ന് നോക്കട്ടെ. വാ അങ്ങോട്ട് വരാവേ, ചോട്ട് വരാവേ. ചേട്ടാ എണീറ്റ് കേട്ടോ. ചേട്ടാ എണീറ്റ്. ചേട്ടാ ഞങ്ങളുടെ എപ്പോഴത്തെയും ട്രാവൽ പ്രാക്ടീസ്. ഗുഡ് മോർണിംഗ്. അപ്പയുടെ കുഞ്ഞ്
പോയിട്ട് വരാവേ കേട്ടോ. അക്കിരി ഒഞ്ഞ് അതെ അതെ. നിന്റെ പുറകെ നോക്കി ചന്ദ്രനുണ്ട്, ചന്ദ്രൻ. ചന്ദ്രൻ സൂര്യന് മറയായിട്ട് ഇവിടുന്ന് മാറി നിൽക്കി. അപ്പോൾ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. പുറകെ ചങ്ങനാശ്ശേരി എഴുതിയിട്ടുണ്ടോ? ചേട്ടായുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇവിടെ കാറിൽ കൊണ്ടുപോയിട്ട് സാധനം എല്ലാം ഇറക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓട്ടോയ്ക്കല്ല വന്നേ. അപ്പോൾ ഈ പ്രാവശ്യം എന്നിട്ട് ഞാൻ തിരിച്ചു പോയി കാറ് വീട്ടിയിട്ടു. ചേട്ടായി എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട് കേട്ടോ. നമ്മൾ ലഗേജ് മാക്സിമം കുറയ്ക്കാൻ നോക്കി, പക്ഷെ ലഗേജ് കൂടുമ്പോൾ അല്ലാതെ കുറയത്തില്ല. എന്ത് ചെയ്താൽ കേട്ടോ സാധനത്തേക്ക് ഫുഡ് ഇത് ഫുഡ്. അതെ, പിന്നെ ആവശ്യത്തിൽ രക്ഷപ്പെടാനും ഓർത്ത് ഒത്തിരി നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലാണ് ഉള്ളത്. അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അമ്മച്ചാണെങ്കിൽ സ്കൂളിൽ പോകാൻ വാനിലെല്ലാം വന്ന് പൊക്കോളും. എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഓർഡറിലാക്കിയിട്ടാണ് പോകുന്നത്. 10 ദിവസം എടുക്കത്തുള്ളൂ. അതിനിപ്പോൾ നമ്മൾ വരും, പെട്ടെന്ന് വരും കേട്ടോ. വിഷമമുണ്ട്, പിള്ളേരെ കാണാതിരിക്കും ഒട്ടും പറ്റും. ഇന്നലെ എന്നെ സ്നേഹിച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ വിഷമം ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഇന്ന് അച്ഛ പോവല്ലേ, തല ജീവി തരാം, ഉമ്മ തരാം, ഒരു ഉമ്മ എനിക്ക് എത്ര ഉമ്മ മേടിച്ചെന്നറിയുന്നില്ല രണ്ടുപേരും. ആമിക്കറിയാം. അമ്മ അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൊണ്ടോണേ. ഞാൻ പറഞ്ഞ് ടീച്ചറിനോടൊക്കെ പറയണം, അച്ഛ എക്സാം എഴുതുമ്പോ. ഇല്ല ഞാൻ പറയത്തില്ല, ടീച്ചറിന് വെച്ചമ്മ ആവുമെന്ന്. അയ്യോ. സമാധാനമുണ്ട് ചേട്ടാ ഉള്ളതാണ് എനിക്ക്. പോയിട്ട് വരാവേ. നമ്മുടെ ട്രെയിൻ വന്നു, ഞാൻ അറിഞ്ഞു പോലില്ല. ഞാൻ അറിഞ്ഞത് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ കിടക്കുന്ന ട്രെയിൻ തന്നെയാണ് ഇങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു രാവിലെ. നെയ്റോസ്റ്റ് കാലവശം കഴിച്ചു കേട്ടോ. ഞങ്ങൾ നോർത്തിൽ വന്നിട്ട് സൗത്തിലോട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇത്തിരി ധൃതിയായിട്ടുള്ള ഓടി വരവായതുകൊണ്ട് ഒന്നും എടുത്തില്ല കേട്ടോ. ഓട്ടോ ആയിരുന്നു, കാരണം ഇന്നലെ നല്ല ടയേർഡായിരുന്നു അല്ലേ. ഇപ്പം കയറാം. നമ്മുടെ സ്ഥലം എത്തിയോ? അവിടെയാണോ? ഓക്കെ, അകത്ത് കയറിയിട്ടാണേ. സെക്കൻഡ് എ സി അല്ലേ? ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ടത്. ഞങ്ങൾ നടക്കുന്നു. നല്ല തുറക്ക സീസൺ. അയ്യോ എല്ലാം താഴെ വീണേ. കണ്ണ് കണ്ടുകൂടോ. അയ്യോ എൻ്റെ ബാഗെല്ലാം കിട്ടിച്ച്. നമ്മുടെ എത്രയായിരുന്നു? ഫ്രണ്ടിലോട്ട് അങ്ങോട്ട്. ശരാ 13 14 ഒന്നല്ല, അങ്ങോട്ട് പോകണം ഫ്രണ്ടിലോട്ട്. ഇവിടെ വെക്കി വന്നിട്ട് എടുക്കാം തിരിച്ചു. നമ്മുടെ അപ്പുറത്തേക്കാൾ ഇച്ചിരി കൂടി കണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം A1-ലായിരുന്നു. ചോരൊന്നാണോ? 14 ഒന്നല്ല ചേച്ചി പറഞ്ഞു. ഇവിടെ അല്ലേ? ഇവിടെ 15 അങ്ങനെ തന്നെ. 13 15 സമാധാനം. ഇത് ഈ സെറ്റാവുന്നു. എനിക്ക് യൂറിന്റെ സ്മെല്ലല്ല അത്, മറ്റേ ഇങ്ങനെ നനവ് നിൽക്കുമ്പോ ഉള്ള സ്മെല്ലല്ലേ. ഭയങ്കര നനവിൻ്റെ ഇതല്ലേ. ഈ ഒരു കോച്ചിൽ ഏറ്റവും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് നമ്മളന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഇവിടെ എത്താറായപ്പോ നമ്മൾ മാത്രമല്ലായിരുന്നു. വഴിയിൽ കയറും ആൾക്കാര്, പിന്നെ ഇവിടെ നിന്ന് കയറും. കയറിയാ മതി. അതിലെ നമുക്ക് എവണിപ്പിക്കിടന്നാലോ. നമ്മൾ ആദ്യം പോയപ്പോ അവരുണ്ടായിരുന്നു ചേട്ടയൊക്കെ. അങ്ങോട്ട് പോയപ്പോ അവര് പക്ഷെ അങ്ങ് കഴിഞ്ഞിട്ടല്ലേ കയറി, കോഴിക്കോട് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മാത്രം. അയ്യോ
ഓക്കെ, എല്ലായിടത്തും വെക്കട്ടെ. അതെല്ലായിടത്തും പ്ലാൻ ചെയ്യുന്നത്. എന്തെന്ന് ബ്യൂട്ടി പാർലറോ? ഇത് ട്രെയിനാണ്, ട്രെയിൻ. താൻ ഉറങ്ങാൻ കിടക്കാൻ പോയില്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒതുങ്ങി കിടക്കല്ലോ. ട്രെയിൻ ഓടുമ്പോ എനിക്ക് പോരാ. അത് ശരിയാണ്, 110 കവിലൊന്നും നിന്നെ ഷോക്ക് അടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇച്ചിരി കൂടി അതായത് മതിയെ കഴിഞ്ഞു. ഞാൻ സോക്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി. ഇത് ടോയ്ലറ്റ് സീക്കാറ്, ഇത് സോക്സ്, ഇതൊരു ടിക് ടാക്ക്, പഴവും ഇത്രയും സെറ്റാക്കി, എൻ്റെ മരുന്നേ സെറ്റാക്കി, വെള്ളവും വെച്ച് 3 വീട്ടിൽ മാത്രം ഇരിപ്പുണ്ട്. കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ പെട്ടി പാക്കിങ്ങിൽ കാണിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പഴമുണ്ട്, പഴമൊക്കെ ഇത് പഴുക്കാതെ മേടിച്ച കേട്ടോ, അല്ലെങ്കിൽ പഴുത്ത് അളിഞ്ഞിരിക്കത്തില്ല ഇവിടെ. പക്ഷെ എന്നിട്ട് തന്നെ പഴുത്തല്ലേ, എന്നിട്ട് പഴുത്ത്. ഇനി ഇതിപ്പോ ഇവിടുന്ന് മേടിച്ചല്ലേ ഐസ്. ബാക്കി ഒന്ന് കാണിച്ചേ. നമ്മുടെ ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഫുഡില്ലാതെ സ്ട്രഗിൾ ചെയ്തതിന്റെ ഇപ്രാവശ്യം നമ്മളതെല്ലാം മാറ്റി. ബിയർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട്, പിന്നെ മറ്റേ പിള്ളേരുടെ അത് വെച്ചിട്ടല്ലേ വാഷ് ചെയ്ത്, എന്താ ക്ലെൻസർ വെച്ച് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് ക്ലീനിൽ ചുറ്റിയതാട്ടോ. ഞാനിപ്പോ നല്ല പച്ചക്ക് മേടിച്ചത്, പക്ഷെ അത് പഴുത്ത്. ഞാൻ ഓർത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ദിവസം കൂടെ കഴിഞ്ഞ പഴുക്ക് തുറന്നു വെച്ച്. പിന്നെ വേറെ ആ പെട്ടി കാണിച്ചു, ഇതൊന്ന് കാണിച്ചേ. ഇതെന്തുവാന്ന് അറിയാം നിങ്ങക്ക്? ഇത് ഫുഡ് വണ്ടിയാണ്, ഇത് പലഹാര വണ്ടിയാണ്. ഇതുണ്ട് നമ്മളന്ന് ഒരു വലിയ പാക്കറ്റ് ബ്രെഡ്, പിന്നെ സോസ്, പിന്നെ നൂട്ടല്ല, പിന്നെ ഇത് മുന്തിരി, ഉണക്കമുന്തിരി, അത് മറ്റേ വെള്ളം മുന്തിരി, അതൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കഴിക്കുന്നുള്ളതാണ്. പിന്നെ നട്ട്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ വണ്ണം വെക്കുന്നതിന്റെ കാര്യം എന്നാണ്. ഇപ്പൊ സമയത്ത് ഫുഡ് അതാണ്. അതാ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അതല്ലേ നമുക്ക് സന്തോഷം. അതാണ്ട് ഇതിനകത്തെല്ലാം ഫുഡാട്ടോ. അത് കാണിക്കാം. ഇല്ല, ഇതിനകത്ത് ഇതിനകത്ത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കാരണം ഇത്രയും പേര് യാത്ര ചെയ്യുന്നല്ലേ, അപ്പൊ AC ആയതുകൊണ്ട് ഈർപ്പൊക്കെ നിന്നിട്ടുള്ള സ്മെല്ലായിരിക്കും. ഒരു യൂറിന്റെ സ്മെല്ല് പോലെ തോന്നും നമുക്ക് കയറി വരുമ്പോ. പിന്നെ ഇപ്പൊ മറിയില്ലേ. പക്ഷെ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല കംഫോർട്ടായിരുന്നു അല്ലേ. ഇത് നമ്മൾ കുറച്ചുകൂടെ താമസിച്ചല്ല അന്ന് കയറിയത്. അപ്പൊ റൂം സ്പ്രേ ഒക്കെ അടിക്കും. കുറ്റല്ല കേട്ടോ, കാരണം അത് ഇത്രയും പേര് ട്രാവൽ ചെയ്യുന്നതല്ലേ. ഇത്ര നല്ല വൃത്തിക്ക് കിടക്കുന്നത്. അതെ അതെ അതെ. നല്ല പുതിയ നല്ല ബെഡ്ഷീറ്റ്, അതായത് പില്ലോ വയ്ക്കാത്ത പില്ലോ കവർ ഇട്ട് നല്ലൊരു ഇതുകൂടെ തരും കേട്ടോ, കമ്പിളി കൂടെ തരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ, ഈ പ്രാവശ്യം തരുമെന്നറിയത് തരും അല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ തണുത്ത് കറച്ച് കിടക്കും. ഓ, ഇത് നമ്മുടെ ആൻസിലെ ബണ്ണാട്ടോ. ഇത് അടിപൊളി ബണ്ണാട്ടോ. ഇതൊന്ന് പാല് അല്ല ചായയിൽ മുക്കി തിന്നണം. എൻ്റെ അമ്മോ, എന്നാ സാധനമാണെന്നറിയോ. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള കടയാണ് ആൻസ് ബേക്കറി. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും ഫേമസ് ബേക്കറിയാണ് കേട്ടോ. എല്ലായിടത്തും ഉള്ള അതെ. അപ്പോൾ ഒരു ആൻറ്റിയുടെ ആണ് കേട്ടോ. ഒരുപാട് ഇഷ്ടം പോലെ കച്ചവടം നടക്കുന്ന കടയാണ്. അവിടുത്തെ അടിപൊളി, അവിടുത്തെ പബ്സ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ അവിടുന്ന് ബണ്ണ് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ ഇതൊക്കെ എന്തുവാ? ഇത് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇത് ഫിഷ് ബിരിയാണി. എനിക്ക് ചിക്കനോ ബീഫോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒൺലി മീൻ മാത്രം, ഫിഷ് മാത്രം. ഇനി അപ്പൊ അതുകൊണ്ട് വേണ്ടേ, ഇതൊക്കെ നിങ്ങളവർക്കും അറിയത്തില്ലാത്തവർ കേട്ടോ. നമ്മളും അങ്ങനെ വിചാരിച്ചോണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോ.
ഇപ്പം പലർക്കും പല ഡൗട്ടാ, കേടായി പോവോ, ഇത് അഴുക്കായിരിക്കില്ലേ? അല്ല, അങ്ങനൊന്നും അല്ല കേട്ടോ. ജാപ്പനീസ് ടെക്നോളജി വെച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്ന സംഭവമാണ്. ഇത് കേടാവത്തില്ല. പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ വെച്ചേക്കില്ല കേട്ടോ, കഴിച്ചേക്കണം ഫുള്ള്. കാരണം കറി എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ. അതായത് മീൻകറി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എടി എനിക്ക് വിശ്വാസം വന്നില്ലാണ്ട് ഞാൻ പറഞ്ഞു ഒരെണ്ണം പൊട്ടിച്ചേക്ക്, കഴിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അത് എടുക്കുകയും തീരുന്ന വഴിയാണ്ട് സത്യമായിട്ടും വീട്ടിൽ വെക്കുന്ന മീൻകറി മാറി നിൽക്കും, അതുപോലെ ഉണ്ട് അല്ലേ? അടിപൊളി കറി, കറക്റ്റ് വക്കായിട്ട്. അതെങ്ങനെ അന്നേരം ഉണ്ടാക്കിയ പോലെ തന്നെ അപ്പോഴും ഇരിക്കുന്നു. അത്രയും ദിവസം എങ്ങനെ ഇരിക്കുന്നു അല്ലേ? എന്നെ ടെക്നോളജി ഇത് ടെക്നോളജിയാ. ഇനിയുണ്ടോ? അതിന്റെ ഒരു പാക്കറ്റ് കൂടെ വേണം. പിന്നെ ആൻസിന്റെ റസ്ക്. പിന്നെ ഇതങ്ങോട്ട് തുറക്കാം, തുറന്നിട്ട് നമ്മള് ടേസ്റ്റ് ടിംബിൾസിന്റെ കപ്പപ്പുഴുക്ക് വരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ മിനി പാക്കറ്റ്. വിശപ്പ് ഇതിലും വലുതില്ലല്ലോ. പരസ്യല്ലേ? താങ്കളല്ലാതെ പക്ഷെ റേറ്റ് അല്ലേ കൂടുതലറിയും. പിന്നെ അതെന്താ? ഫിഷ് കറി. ഫിഷ് കറി, തേങ്ങാപ്പാൽ വെച്ചത്. പിന്നെ അതിന്റെ ഒരു പാക്കറ്റ്. ഇത് 114 രൂപ ഉള്ളു കേട്ടോ. അതായത് 180 രൂപയുടെ സാധനം 114 രൂപയ്ക്ക് നമുക്ക് അലങ്കാരം, നമ്മുടെ സ്വന്തം അലങ്കാരം കേട്ടോ. ചങ്ങനാശ്ശേരി അവിടെ എല്ലാത്തിനും MRP യിൽ നിന്നും ഭയങ്കര റേറ്റ് കുറവാണ്. അതായത് എല്ലാ സാധനം ബാക്കി എല്ലായിടത്തും കിട്ടുന്ന റേറ്റിൽ നിന്ന് ഒരു 200 രൂപയൊക്കെ, പാമ്പോസിനൊക്കെ 200 രൂപ ലാഭമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൺലൈൻ കിട്ടുന്ന ഒരു റേറ്റിനാണ് ഇതിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മേടിച്ചാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു കറി മേടിക്കണം ഏകദേശം ഒരു 100-300 രൂപയിലും ആവും അല്ലേ? ഒരു കറി മേടിക്കണം. 300 അല്ല, നമ്മൾ അന്ന് അവിടുന്ന് മേടിച്ചപ്പോൾ എന്ത് പൈസയായി ഒരു കറിക്ക്. അപ്പം ഈ ഒരു 5 കറി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന തുല്യമാണ് ഇതൊരു, അല്ല അവിടുന്ന് ഒരു കറി മേടിക്കുന്ന തുല്യമാണ് ഇവിടെ 5-6 കറി. ഇതാണ്ട് എന്തൊക്കെയുണ്ട്, ചില്ലി ചിക്കൻ, അയ്യോ കേരള ഫിഷ് കറി, അത് 114 രൂപ കേട്ടോ. നമ്മള് ഇത് ലുലുമാളിന്ന് മേടിച്ചപ്പോൾ 180 രൂപ തന്നെയായിരുന്നു കേട്ടോ. 150 തന്നെയായിരുന്നു. 114 രൂപയ്ക്ക് നമുക്ക് ചങ്ങനാശ്ശേരി ഓഫറിൽ കിട്ടി. അപ്പൊ ലുലുമാളൊക്കെ മഞ്ഞുടായിപ്പോ കേട്ടോ. അതെ, ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതെല്ലാം ഇത് എനർജി ബാർ ഒക്കെ പോകുന്ന സമയത്ത് കഴിക്കുന്നല്ല. ഇതൊക്കെ തിന്നെ വട്ടുന്നത്. അപ്പൊ ഇനിയിപ്പം കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇന്നലത്തെ ഇന്നലെ ഇവിടെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കാം കേട്ടോ. കാരണം ഞാൻ ഇന്നലെ എന്തുവായിരുന്നു, ഇന്നലെ ഞാൻ എവിടെ പോയി? ഞാൻ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങിയേ. ഇവള് പോയി സാധനം എല്ലാം അടുപ്പിച്ച് ഇതെല്ലാം ഇവള് പോയി മേടിച്ച കേട്ടോ ആ സമയത്ത്. ഇതൊക്കെ നീ വായിക്കോ? മനോരമ അല്ല, മനോരമ തന്നെയായിരുന്നു. മനോരമ മറ്റേ പണ്ട് കഥയൊക്കെ വരും, സീരിയലിലെ കഥയൊക്കെ വന്നു. അത് എപ്പോഴും മേടിക്കുന്നു. എപ്പോഴും വനിതയൊക്കെ അടയ്ക്കാൻ വായിക്കാം. അങ്ങനെ വായിക്കത്തില്ല. ഇപ്പം ഈ ട്രെയിനിരിക്കലും എന്നെ ഇത്ര മാത്രം ചെയ്യാൻ ഫോണാണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. നല്ല ഓവനിന്ന് എടുത്തോണ്ട് വന്ന ഇന്ത്യൻ റെയിൽവേയുടെ ബെഡ്ഷീറ്റ് കണ്ടോ. ചൂടുണ്ടെങ്കിൽ എടുക്കട്ടെ. പക്ഷെ കമ്പിളി നല്ല പൊടിയായിരിക്കും കേട്ടോ. കമ്പിളി ഇപ്പൊ കൊണ്ട് തലയെണ്ണ അവിടെ ഉണ്ട്, അതിനകത്ത് പെയ്തിടണം. നല്ല ചൂടില്ലേ? പില്ലക്കവർ അതി കാണുമല്ലോ. നല്ല ചൂടാ. രണ്ട് ബെഡ്ഷീറ്റാ? സ്പെഷ്യൽ കോഫി ഉണ്ടെങ്കിൽ മേടിക്കായിരുന്നു. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് ആക്കാന്ന് വിചാരിച്ചു. ഹെവി ഒന്നും ഇപ്പം കഴിക്കുന്നില്ല, കുറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കുറേ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് ചെറുതായിട്ട് ഇറങ്ങി നിൽച്ചു, എൻ്റെ സൗണ്ടിൽ അടഞ്ഞുപോയി. നല്ല ഈസി ഉണ്ട്.
തുടക്കം കാണാതെ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുന്നവരാകുമ്പോൾ തോന്നും പെട്ടെന്ന് നേരെ എടുത്ത് ആപ്പിൾ മുറിക്കുന്നത് എന്താണ്. ആപ്പിൾ നേരെ എടുത്ത് മുറിക്കുന്നതെല്ലാം നല്ലോണം ക്ലെൻസറിട്ട് വാഷ് ചെയ്ത് നല്ലോണം ഉണക്കി തുടച്ച് റാപ്പ് ചെയ്ത് വെച്ച ആപ്പിളാട്ടോ. ഇനി എവിടം വരെ പോയി കഴിയണ്ട. ഇവിടെ അവള് തൊലി എത്തിത്തരാൻ ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. ഇതുണ്ടോ കാലിൽ നോക്കി സോക്സ്. അയ്യോ ഞാൻ കാണാൻ വേണ്ടി ഉറങ്ങുന്നതിനും തന്നെ കാണാൻ എന്റെ പൊന്നിന് വേണ്ടി മേടിച്ചിട്ട് കണ്ടോ? ആണോ? ഞങ്ങക്ക് റേഞ്ച് പോവും. ആയിഷേ ഹംച ഇല്ല അമ്മേ, കഴിക്കണം, എന്തായാലും കഴിക്കണം. ആവശ്യോ ആണോ? അച്ഛൻ നോക്കിയാ മോനെ. കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അല്ല അവളെ കാണിച്ച് ആമിയെ എച്ചൂട്ടിയെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഇടാ കാണത്തില്ലടാ അച്ഛക്ക്. ഇങ്ങോട്ട് നോക്കി, അച്ഛയെ നോക്കി. എച്ചൂട്ടിയെ കൊണ്ട് കാണിക്കാൻ എന്നോട് താല്പര്യം. അല്ല അവ ചോമച്ച് ഇത് കണ്ടോ? എന്റെ പൊന്നിന് പുളിമുട്ടായി ഇനിയും വേണോ? ഇനിയും വേണോ പുളിമുട്ടായി? എത്ര വേണോ ഇതുപോലത്തെ? എത്ര വേണ്ട? അഞ്ചോ? അഞ്ചെണ്ണം മതിയോ? ചുട്ടി ഒന്ന് കാണിച്ചു തരാവോ? ചുട്ടി ഒന്ന് കാണിച്ചു തരാവോ മോനെ? ചുട്ടി കാണിച്ചു തരാവോ? പൊന്നി താരമില്ല. സൂക്ഷിക്കണ്ടേ? സൂക്ഷിച്ച് നടക്കണ്ടേ? സൂക്ഷിച്ച് നടക്കണ്ടേ പൊന്നെ? അച്ഛൻ ഇന്നലെ പറഞ്ഞു ആ കസാര കേറല്ലേന്ന്. എത്ര പ്രാവശ്യം പറഞ്ഞു. 9 മണിക്ക് കൊടയൻപുളി വീട്ടിനകത്ത് ചിട്ടുമണി എടി ചിട്ടു 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 ചിട്ടുവേ ചിട്ടു ദീദി ഇവിടെ. ചിറ്റാമേ ട്രെയിനില് ഇല്ല, എത്തിയില്ല ചിറ്റാമേ. നാളെ കഴിഞ്ഞ് എത്തുള്ളൂ. 2.5 ദിവസം ഇരിക്കണ്ടേ? നാളെ കഴിഞ്ഞ് എത്തത്തുള്ളൂ. നാളെ കഴിഞ്ഞ്. ദിവസം ട്രെയിനിനകത്തില്ല ഞാൻ പറഞ്ഞിട്ട് 2.5 ദിവസം ഇരിക്കണം. 2.5. കഴിച്ചോ? ഞാൻ അറിഞ്ഞ് കസാര കയറിയല്ലേ? പറഞ്ഞു. നെറ്റ് പോവാ. ഒന്നും പറ്റിയില്ല. ഓൻ വല്ലതും പാപ്പം കഴിച്ചായിരുന്നോ? ചോറ് കഴിച്ചായിരുന്നോ? എന്നത്തിനാ വീണേ? വീണത്? കസാരക്കട അടി കൊടുത്തായിരുന്നോ? കസാര കേറല്ലേ കേട്ടോ? ഇനി ചേട്ടൻ പോയി
ചേട്ടാ എന്നാ പോയി കഴിച്ചോ. ചേട്ടാ ചോറ് വന്നു നിൽക്കുന്നു, കഴിച്ചോ. ലിച്ചു അവിടെ വീണ് കേട്ടോ. കസാരക്കേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു. ഞങ്ങൾ ഓടിപ്പോയി മാറ്റും. പക്ഷെ പെട്ടെന്ന് കണ്ണു തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ഇറങ്ങിയതാ, തലയിടിച്ചു. അത്രയും ഇവിടെ കുതിർത്തിരിക്കുന്നു. മാമിച്ചിന് ഭയങ്കര വിഷമ. ലച്ചുവിന് അതിനെ അറിയാനായിട്ടില്ലല്ലോ. മാമിച്ചിന് നമ്മളെപ്പോഴും വേണം. കുറച്ച് കഴിയുമ്പോൾ മാറും. പെട്ടെന്ന് കാണുമ്പോ ഇന്ന് വരത്തില്ല അങ്ങനെ ഒരു ചിന്ത പോലെ. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും വരുന്നുണ്ടല്ലോ. പിള്ളേരില്ല തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തോ നെഞ്ചിനകത്ത് കേറി കനം ഇങ്ങനെ കുറെ നേരം ഞങ്ങൾ വീഡിയോ കോൾ നെറ്റ് കിട്ടുന്നില്ല. ഇല്ല, ഭയങ്കര പാടാ. നെറ്റില്ല, ഒട്ടും നെറ്റില്ല കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, തണുപ്പിത്തിരി കൂടുതലായതുകൊണ്ട് ഇനി ഒട്ടും പറ്റുന്നില്ല. ശ്വാസം മുട്ടല്, ചുമ, കിടക്ക്. ഇവിടെ എല്ലാവരും ഉറങ്ങിയായിരുന്നല്ലേ. ഞാനും ഉറങ്ങി, കുറച്ചു നേരം ഞാനും ഉറങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ കിടക്കുമ്പോഴത്തേക്കും AC കറക്റ്റ് എടുത്തോടിക്കുമ്പോഴത്തേക്കും പറ്റുന്നില്ല. സ്ലീപ്പറിലാണെങ്കിലും നമുക്ക് പറ്റുമല്ലോ, ചൂടായിരിക്കും. ചൂടും പറ്റൂല, തണുപ്പ് പറ്റില്ല. ഇന്ന അവസ്ഥയാണ്. പിന്നെ ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഫുഡൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഫുഡ് മേടിച്ച് സ്റ്റോക്കുള്ളതുകൊണ്ട് ഇവിടുന്ന് ഒന്നും മേടിച്ചില്ല. ചായ മാത്രം ഞാൻ കുടിച്ചു കേട്ടോ. 2 ചായ കുടിച്ചു, ഒരു കോഫിയും കുടിച്ചു. എനിക്ക് കുടിക്കാൻ പറ്റൂല സത്യം പറഞ്ഞ. പക്ഷെ ഈ ചുമ കാരണം മേടിച്ച നോക്കാം എന്നുള്ള രീതിയിൽ മാറട്ടെ എന്ന് ഓർത്ത് മേടിച്ച. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. അതെ, അതിപ്പോ കുറവുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോ ഞങ്ങള് കഴിച്ചിട്ട് കിടക്കാൻ പോവാ കേട്ടോ. കുറച്ചൊക്കെ കഴിച്ചു. സത്യം കഴിച്ചു, അവള് കഴിച്ചു. ഞാൻ ഇത്തിരി മുന്തിരി കഴിച്ചോള കഴിയിട്ട്. സമയം 10-12 കേട്ടോ. എവിടെ എത്തിയെന്ന് അറിയത്തില്ല, നെറ്റ് കിട്ടാത്തതുകൊണ്ട് കറക്റ്റ് അപ്ഡേറ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പയും മീൻകറി കഴിക്കാൻ പോട്ടോ. ടേസ്റ്റ് ഇന്ത്യൻസിൻ്റെ കപ്പയും മീൻകറി. എങ്ങനെ കപ്പ നമ്മൾ ഇതൊരു പരീക്ഷിച്ചില്ലല്ലോ, കൊള്ളാവോ ഇല്ല എന്ന് നോക്കുന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നു എനിക്ക്. ഇങ്ങനെയല്ലേ പാക്കേജ്? പിന്നെ നിങ്ങൾക്ക് ചൂടാക്കി ചൂടോടെ കഴിക്കണം ഇതുണ്ടല്ലോ. പിന്നെ സാഹചര്യം പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്കിത് ചൂടോടെ ഉണ്ടെങ്കിൽ ഒരു പാത്രം ഉണ്ടാക്കാൻ ഇത് ചൂടോടെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂടാക്കി നമുക്ക് അത് പറ്റിയ സാഹചര്യം അല്ലാത്തോണ്ട് നമുക്കിപ്പോ തണുത്തിരിക്കുക. 2 പേർ കഴിക്കാനുള്ള അല്ലേ? നമ്മൾ അത് ഇതൊക്കെ കഴിച്ചോണ്ട് നോക്കട്ടെ ഇതെങ്ങനെയാ വരുന്നതെന്ന്. കപ്പ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട താഴെ പോലെ കൈ പിടിച്ചോ. ആകെയുള്ള സാധനം എല്ലാം വേണ്ട, 2 പേരും കഴിക്കാം. ഹാഫ് കഴിക്കാം. നിനക്ക് വിശക്കുന്നില്ലേ? ഹാഫ് കഴിക്കാം കേട്ടോ. ഇല്ല ആണോ? ഒത്തിരി ഉണ്ടോ? വേറെ കറിയൊന്നും ഇല്ലല്ലോ, എല്ലാം കൊണ്ട് എന്താ എടുത്തോ. കഴിക്കാം. 2 പേര് കഴിക്കുമ്പോൾ തീരും. കപ്പ ഇരിക്കുന്നുണ്ടോ? അവിടെ അതുപോലെ തന്നെ ഇപ്പൊ വേവിച്ച പോലെ തന്നെ ഉണ്ട്. ഇല്ല, മീൻകറി അങ്ങനെ കേട്ടാ. നമ്മൾ മുമ്പ് കപ്പ വറുത്ത കപ്പ തിന്ന പാത്രത്തില് മീൻകറി ഒഴിക്കാന്ന് വെച്ചേട്ടാ. അയ്യോ എന്റെ കണി വീണേ നോക്ക്, കണ്ണിലൊക്കെ വീണ് ഇട്ടുണ്ടോ? കയ്യിലൊക്കെ ഇരിക്കുന്നത് ഭാഗ്യത്തിനാ ഒരു തുള്ളിക്കാ കണ്ണി വീഴാമായിരുന്നു. അടിച്ച് തേങ്ങ അരച്ച മീൻകറി ഉണ്ടോ?
ഉണ്ടോ? ചപ്പാത്തി കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി. നീ ഒന്ന് ആദ്യം കഴിച്ചു കാണിക്കേ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് കഴിക്കാം, മാറ്റിക്കോ, അതിനകത്താക്കിക്കോ. തേങ്ങ അരച്ച കറി കൂട്ടി കഴിച്ച് കാണിച്ചേ. കൊതി വിശക്കുന്നില്ലെന്ന് പറഞ്ഞവർക്ക് കൊതി വിടുന്നവള്. കപ്പ കാണുമ്പോ ഒരു പ്രത്യേക വികാരമില്ല നമുക്ക്. അതിപ്പോ ഇത് നാട്ടിൽ ഉണ്ടോ എങ്ങനെ ഇരുന്നാലും എന്തൊക്കെ കഴിച്ചിട്ടിരുന്നു വന്നാലും കപ്പ കാണുമ്പോ ചെറിയ പീസ് അങ്ങോട്ട് എടുത്തേ. നല്ല എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ കപ്പ മേടിച്ചാൽ മതിയായിരുന്നല്ലേ? കൊറിയറോ? ഡൽഹി കിട്ടുമായിരിക്കും, നോക്കാം. ഇഷ്ടമില്ലല്ലോ. ഇത് വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും പരീക്ഷിച്ചിട്ട് കുറച്ചുകൂടെ മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. 10 ദിവസം കഴിക്കണ്ടായിരുന്നു. ആലു പൊറോട്ട ഒഴിവാക്കായിരുന്നു. പിന്നെ ആലു പൊറോട്ട കുഴപ്പമില്ലാണ്ട് പിടിച്ചു നിൽക്കാം അല്ലേ? നമ്മുടെ ഒരു ഫുഡും അവിടെ ഇല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അടിപൊളി. നിങ്ങൾ പരീക്ഷിച്ചു കേട്ടോ. യാത്ര ചെയ്യുമ്പോ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ പനവേലിൽ നമ്മുടെ ഫുഡ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ലേ നമ്മുടെ ഫുഡ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ